പ്രിയപ്പെട്ടവരെ, സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ നിലവിലെ പ്രവർത്തനങ്ങൾക്കെതിരെ ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്ത പൊതുതാൽപര്യ ഹർജിയുടെ ഭാഗമായി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അതിലെ ചില വിഷയങ്ങൾ സുപ്രീം കോടതി റദ്ദാക്കുകയുണ്ടായി. ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ കൊടുത്ത പൊതുതാൽപര്യ ഹർജിയിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലെടുത്ത നിലപാടുകളും എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുകയും ഇതിൽ ആരാണ് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ കാണിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുമുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഷോൺ ജോർജ് ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ 1, 2 അമുസ്ലിമീങ്ങളുടെ പ്രാതിനിധ്യം നിലവിലെ വഖഫ് ബോർഡിൽ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ സംഗതി, കേന്ദ്ര നിയമത്തിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കാതെയാണ് നിലവിലെ വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നത് എന്നാണ്. മൂന്നാമതായിട്ട്, വഖഫ് ബോർഡിലേക്ക് 2 അമുസ്ലിമീങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണം എന്നുള്ളതാണ്. നാലാമതായിട്ട്, നിയമപ്രകാരമുള്ള ഘടന പൂർത്തിയാകുന്നത് വരെ നിലവിലെ വഖഫ് ബോർഡിൻ്റെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം തടയണം എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്, 1, ബോർഡ് രൂപീകരണത്തിൽ ഉണ്ടായ സാങ്കേതികവും നിയമപരവുമായ പോരായ്മകൾ പരിശോധിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. അതായത് വഖഫ് ബോർഡ് രൂപീകരണത്തിൽ ഉണ്ടായ സാങ്കേതികവും നിയമപരവുമായ പോരായ്മകൾ പരിശോധിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് പറഞ്ഞത്, അമുസ്ലിങ്ങളെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ 2 വിഷയങ്ങളാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അവരുടെ തീരുമാനമായി പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ചില ഉത്തരവുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് എന്ന് പറയുന്നത്, കേന്ദ്ര വഖഫ് നിയമങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാത്തത് കൊണ്ട് ബോർഡ് നിയമവിധേയമായി പുനഃസംഘടിപ്പിക്കുന്നത് വരെ നിലവിലെ കേരള വഖഫ് ബോർഡിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. രണ്ടാമത്തെ സംഗതി, വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത് വരെ ബോർഡിൻ്റെ ദൈനംദിന കാര്യങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ വഖഫ് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന സർക്കാരിലെ ജോയിൻറ്റ് അഡീഷണൽ സെക്രട്ടറിക്ക് വഖഫ് ബോർഡിൻ്റെ താൽക്കാലിക ചുമതല നൽകി. ഈ 2 വിഷയങ്ങളുമാണ് പ്രധാനമായിട്ടും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും. ബാക്കി ഇതിനെതിരെ സംസ്ഥാന വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന വഖഫ് ബോർഡിന് അനുകൂലമായിട്ടുള്ള ചില സുപ്രധാന നിരീക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി പ്രധാനമായും നിലപാട് പറഞ്ഞ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട 2 വിഷയം എന്ന് പറയുന്നത്, 1, ഹൈക്കോടതി ഉത്തരവിട്ട സംസ്ഥാന സർക്കാരിലെ അഡീഷണൽ ജോയിൻറ്റ് സെക്രട്ടറിക്ക് വഖഫ് ബോർഡിൻ്റെ താൽക്കാലിക ചുമതല കൊടുത്തുകൊണ്ടുള്ള ഉത്തരവിനെ സുപ്രീം കോടതി റദ്ദാക്കുകയുണ്ടായി. രണ്ടാമതായിട്ട്, വഖഫ് ബോർഡ് പോലൊരു നിയമപരമായ സമിതിയുടെ ഭരണസമിതിയെ പൂർണ്ണമായും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കീഴിലേക്ക് കൊണ്ടുവരുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല എന്നുള്ളതാണ്. ഈ 2 വിഷയങ്ങളും സംസ്ഥാന വഖഫ് ബോർഡിന് ആശ്വാസം പകരുന്ന 2 വിധികളാണ്. വഖഫുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും തുടർക്കഥയായിക്കൊണ്ടേയിരിക്കും. വഖഫിനോടൊപ്പം ആരാണ് നിൽക്കുന്നത്, വഖഫിനെ തകർക്കാൻ വേണ്ടി നടക്കുന്നവരോടൊപ്പം ആരാണ് നിൽക്കുന്നതെന്ന് നമുക്ക് വരും നാളുകളിൽ കൂടുതൽ ബോധ്യപ്പെടും.